നമസ്കാരം, വെട്ട ന്യൂസ് പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ലയിൽ മഴ വീണ്ടും ജാഗ്രതയുടെ നിറമണിഞ്ഞു. അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി താനൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. തിരൂർ തുഞ്ചൻ പറമ്പിൽ രാമായണ മാസത്തിൽ 4 ദിവസത്തെ രാമായണോത്സവം നടത്താൻ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് യോഗം തീരുമാനിച്ചു. വെന്നിയൂർ നാസിറുൽ ഉലൂം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പഠനാരംഭം സംഘടിപ്പിച്ചു. ആലത്തിയൂർ MET ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ LKG വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം റൈസപ്പ് സംഘടിപ്പിച്ചു. KCA ജൂനിയർ അക്കാദമിയിലേക്ക് സെലക്ഷൻ നേടി ഹർഷൻ. വിശദമായ വാർത്തകളിലേക്ക്. മലപ്പുറം ജില്ലയിൽ മഴ വീണ്ടും ജാഗ്രതയുടെ നിറമണിഞ്ഞു. ഇന്ന് ശക്തമായ മഴ പ്രതീക്ഷിക്കുന്ന യെല്ലോ അലേർട്ട്, നാളെ അതിശക്തമായ പ്രതീക്ഷിക്കുന്ന ഓറഞ്ച് അലേർട്ടും 15-നും 16-നും അതിതീവ്ര മഴ പ്രതീക്ഷിക്കുന്ന റെഡ് അലേർട്ടുമായിരിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. മെയ് അവസാനം തുടർച്ചയായി ജില്ലയിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു. തുടർന്ന് ജൂൺ ആദ്യത്തിൽ ഇടവേളയെടുത്ത മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടയ്ക്കിടെ പെയ്ത് സാന്നിധ്യമറിയിച്ചു. ഇന്നലെയും യെല്ലോ അലേർട്ടായിരുന്നു. വീണ്ടും മഴ ശക്തിയാകുമെന്നാണ് പ്രവചനം. വടക്കൻ ആന്ധ്രാപ്രദേശത്ത് ഒഡീഷ തീരങ്ങൾക്കു മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതും കേരളത്തിനു മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നതുമാണ് കേരളത്തിൽ വീണ്ടും മഴ കനക്കാൻ കാരണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. വെട്ട ന്യൂസ് തിരൂർ. കേരള കടൽ തീരത്ത് കപ്പലുകൾ മുങ്ങുന്നതും പൊട്ടിത്തെറിക്കുന്നതുമായ ഗുരുതര വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുടരുന്ന മൗനത്തിൽ പ്രതിഷേധിച്ചും മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കയകറ്റാതെ കപ്പൽ ഉടമകളായ കോർപ്പറേറ്റുകളുമായി ഇടതു സർക്കാർ ഒത്തുകളിക്കുന്നതിൽ പ്രതിഷേധിച്ചും അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി താനൂരിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. DCC ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി പാച്ചേരി ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്ത പരിപാടി DCC ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി പാച്ചേരി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ പ്രയാസങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ ജനങ്ങളെ പ്രതിസന്ധികൾക്കൊപ്പം ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കൊപ്പം നിന്നുകൊണ്ട് അവരെ പ്രയാസങ്ങളിൽ നിന്ന് കരകയറ്റാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു ഗവൺമെന്റ് ഉത്തരവാദിത്വം. ആ ഗവൺമെന്റ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് ഖേദകരം. ഇവിടെ പറഞ്ഞു പ്രിയങ്കനായിട്ടുള്ള മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ തവണകളായി കടലിനകത്ത് കൊല്ലത്ത് ബോട്ട് മുങ്ങിയതുമായി ബന്ധപ്പെട്ടതും കോഴിക്കോടിനകത്ത് ഷിപ്പ് കത്തിയതുമായി ബന്ധപ്പെട്ട പ്രയാസം, കടൽക്ഷോഭവും അതുപോലെ തന്നെ കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് കടലോര മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ ഏറെ പ്രയാസത്തിലൂടെ കടന്നുപോകുന്ന ഒരു സാഹചര്യത്തിലാണ്. ആ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന സമയത്താണ് ഷിപ്പ് കത്തുന്നതും മുങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടെയ്നറുകൾ ഉൾപ്പെടെയുള്ള രാസവസ്തുക്കൾ ഉൾപ്പെടുന്ന കണ്ടെയ്നറുകൾ ആ കണ്ടെയ്നറുകൾ കൊല്ലത്ത് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി KP കോയ സിദ്ദിഖ് സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് മെഹർഷ അധ്യക്ഷതയും വഹിച്ചു. സംസ്ഥാന ട്രഷറർ MP അഷറഫ് മച്ചാൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് BP ഹംസകോയ, അസീസ് കുരിയാടി, PC സക്കീർ, ഇബ്രാഹിം കൂട്ടായി, ഉമ്മർ പറവണ്ണ, കാസിം വാക്കാട്, MP ആഷിഖ്, C ബഷീർ, PP സവാദ് എന്നിവർ സംസാരിച്ചു. CM ഷംസു നന്ദിയും പറഞ്ഞു. വെട്ട ന്യൂസ് താനൂർ. തിരൂർ തുഞ്ചൻ പറമ്പിൽ രാമായണ മാസത്തിൽ 4 ദിവസത്തെ രാമായണ പ്രഭാഷണം നടത്താൻ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് യോഗത്തിൽ തീരുമാനിച്ചു. മുൻകാലങ്ങളിൽ 10 ദിവസം രാമായണ പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നതിനു പകരം ദിവസം 2 എണ്ണം വീതം 3 ദിവസങ്ങളിലായി 6 പ്രഭാഷണങ്ങൾ നടത്തും.
ഒരു ദിവസം വിദ്യാർത്ഥികൾക്കായി രാമായണ ക്വിസ് മത്സരവും നടത്തും. ദിവസേനയുള്ള രാമായണ പാരായണവും ഒരു ദിവസം സമ്പൂർണ്ണ രാമായണ പാരായണവും നടത്തും. യോഗത്തിൽ ഡോക്ടർ കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് സെക്രട്ടറി പി നന്ദകുമാർ MLA, സി ഹരിദാസ്, പി കെ ഗോപി, ആലങ്കോട് ലീലാകൃഷ്ണൻ, മണമ്പൂർ രാജൻ ബാബു, അഡ്വക്കേറ്റ് എം വിക്രം കുമാർ, ജില്ലാ കളക്ടറുടെ പ്രതിനിധി കെ ഷാജി എന്നിവർ സംസാരിച്ചു. വെട്ടന്യൂസ് തിരൂർ. വെന്നിയൂർ നാസിറുൽ ഉലൂം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പഠനാരംഭവും ചിൽഡ്രൻസ് പാർക്കിന്റെ ഉദ്ഘാടനവും സയ്യിദ് അബ്ദുൽ റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. അൻസാറുൽ ഇസ്ലാം സംഘം പ്രസിഡന്റ് അബ്ദുൽ ഖാദർ അൽ ബാസിമി അധ്യക്ഷത വഹിച്ചു. സയ്യിദ് അബ്ദുൽ റഷീദ് അലി ശിഹാബ് തങ്ങൾ വിദ്യാർത്ഥികൾക്ക് ആദ്യാക്ഷരങ്ങൾ ചൊല്ലിക്കൊടുത്താണ് ഈ അധ്യയന വർഷത്തെ പഠനാരംഭത്തിന് തുടക്കം കുറിച്ചത്. സയ്യിദ് റയീഫ് അലി ശിഹാബ് തങ്ങളുടെ പ്രാർത്ഥനയോടെ തുടക്കം കുറിച്ച പരിപാടിയിൽ അൻസാറുൽ ഇസ്ലാം സംഘം പ്രസിഡന്റ് അബ്ദുൽ ഖാദർ അൽ ബാസിമി അധ്യക്ഷത വഹിച്ചു. പ്രമുഖ പണ്ഡിതൻ ഉസ്താദ് സ്വലാഹുദ്ദീൻ ഫൈസി വെന്നിയൂർ മുഖ്യപ്രഭാഷണവും സ്കൂൾ ഡയറക്ടറും എഴുത്തുകാരനുമായ റഷീദ് വെന്നിയൂർ മുഖ്യപ്രഭാഷണവും നടത്തി. സിദ്ദീഖ് ഫൈസി നിസാമി, മഹല്ല് പ്രസിഡന്റ് MP കുഞ്ഞിമൊയ്തീൻ, മഹല്ല് സെക്രട്ടറി മുഹമ്മദ് ഹസൻ സക്കാഫി, സദർ മുഅല്ലിം മുഹമ്മദ് റാഫി മാഹിരി, സ്കൂൾ പ്രിൻസിപ്പൽ കവിത എന്നിവർ സംസാരിച്ചു. സയ്യിദ് മുഹമ്മദ് തങ്ങൾ, UK മുസ്തഫ മാസ്റ്റർ, കുഞ്ഞൻ, മറ്റു രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖരും രക്ഷിതാക്കളും നാട്ടുകാരും പങ്കെടുത്ത ചടങ്ങിൽ അൻസാറുൽ ഇസ്ലാം സംഘം സെക്രട്ടറി KV മുഹമ്മദ് ഹനീഫ സ്വാഗതവും സ്കൂൾ മാനേജർ ഷാഫി പറമ്പിൽ നന്ദിയും പറഞ്ഞു. വെട്ടന്യൂസ് തിരൂരങ്ങാടി. ആലത്തൂർ MET ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ LKG വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം റൈസപ്പ് സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ഫബി ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് മാനു അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഹബി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ CP നൌഷാദ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. അമീൻ കൈനിക്കര മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. സെക്രട്ടറി KM അൻവർ സാദത്ത്, വൈസ് പ്രസിഡന്റ് ബാപ്പുട്ടി, PTA പ്രസിഡന്റ് അൻവർ സാദത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. വെട്ടന്യൂസ് തിരുനാവായ. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംസ്ഥാന ജൂനിയർ അക്കാദമിയിലേക്ക് സെലക്ഷൻ നേടിയ കോട്ടൂർ AKM ഹയർ സെക്കൻഡറി സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥി ഹർഷൻ പ്രതിഭയ്ക്ക് സ്കൂളിൽ വെച്ച് നടന്ന യാത്രയപ്പ് ചടങ്ങ് വാർഡ് കൗൺസിലർ M മുഹമ്മദ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു. കോട്ടൂർ സ്വദേശിയായ NK അനിൽകുമാറിന്റെയും CP വിഷ്ണുപ്രിയയുടെ മകനാണ് ഈ 14-കാരൻ. സ്കൂളിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം വാർഡ് കൗൺസിലർ M മുഹമ്മദ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു. KCIയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തും കണ്ണൂരും 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി നടത്തിയ ട്രയൽസിൽ മികച്ച പ്രകടനം നടത്തിയാണ് ഹർഷൻ യോഗ്യത നേടിയത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി 12 കുട്ടികളെയാണ് തിരഞ്ഞെടുത്തത്. പ്രിൻസിപ്പൽ അലി കടവണ്ടി അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക KK സൈബുന്നിസ, ഡെപ്യൂട്ടി HM K സുധ, N വിനീത, പ്രദീപ് വാഴങ്കര, K നിബിൻ, R രാജേഷ് എന്നിവർ സംബന്ധിച്ചു. വെട്ടന്യൂസ് കോട്ടക്കൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.